السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ അധ്യക്ഷൻ, അതുപോലെ നമുക്കിവിടെ പ്രസംഗിക്കാനെത്തിയ ബഹുമാനപ്പെട്ട അനീസ് കൗസരി ഉസ്താദ്, ബഹുമാനപ്പെട്ട അസ്ലം അസ്ഹരി ഉസ്താദ്, മറ്റു ഉലമാക്കളെ, ഉമറാക്കളെ, നാട്ടുകാരെ, അല്ലാഹു തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാക്കട്ടെ. അവൻ്റെ സ്വാലിഹ്യങ്ങളിൽ അല്ലാഹു തആല നമ്മെ പെടുത്തുമാറാക്കട്ടെ. എനിക്കിവിടെ ഏൽപ്പിക്കപ്പെട്ട കാര്യം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. പ്രസംഗിക്കാൻ രണ്ട് ഉസ്താദന്മാരുള്ളത് കൊണ്ട് കൂടുതൽ പ്രസംഗിക്കാതെ എൻ്റെ കർത്തവ്യം മാത്രം നിർവഹിച്ച് ഞാൻ അവർക്ക് വേണ്ടി ഈ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ നമ്മുടെ ഹനീഫി ഉസ്താദ് പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർ ഈ മദ്രസക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്. പലരും അതിനു വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട്. അവരാരാണെന്ന്, അവർ ചെയ്ത സഹായങ്ങൾ എന്താണെന്നൊക്കെ പടച്ച അല്ലാഹു തആല അറിയുന്നതുമാണ്. അല്ലാഹു തആല അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുമാറാക്കട്ടെ. ദീനിൻ്റെ ആവശ്യത്തിന് വേണ്ടി നേരത്തെ 5 മണിക്ക് 4:45 മദ്രസ ഉദ്ഘാടനം ചെയ്ത് മഹാനായ സയ്യിദുൽ ഉലമ നമുക്കൊരൽപ്പം സംസാരിച്ച് തന്ന വിഷയങ്ങൾ അസമയത്ത് കേട്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ദീനിന് വേണ്ടിയും ഇൽമിന് വേണ്ടിയും നാം ചെയ്യുന്ന സഹായങ്ങളെ കൊണ്ട് നമുക്കെത്ര ഗുണമുണ്ടെന്ന് പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നതും കൂടിയാണ്. ഒറ്റൊരു വാക്ക്, എന്തൊരു കാര്യമാണെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ ഇൽമിനിക്ക് കൽപ്പിച്ച പ്രത്യേകത ലോകത്ത് മറ്റൊരു കാര്യത്തിനും കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാധാരണ നിങ്ങളോട് പറയാറുള്ളത് പോലെ മഹാനായ ഷാഫി ഇമാം പറഞ്ഞത്, മല്ലാ യുഹിബ്ബുൽ ഇൽമ ഫലാ ഖൈറ ഫീഹി. ഇൽമിനെ ഒരാൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനിൽ ഒരു ഖൈറുമില്ല എന്നാണ് മഹാനായ ഷാഫി ഇമാം പറഞ്ഞത്. മല്ലാ യുഹിബ്ബുൽ ഇൽമ ഫലാ ഖൈറ ഫീഹി വലാ യകൂനു ബൈനക വബൈനഹു സദാഖത്തുൻ വലാ മഅരിഫ. പക്ഷെ ഇന്ന് നാം മനസ്സിലാക്കിയത് ഒരൽപ്പം വ്യത്യാസമായിട്ടുണ്ട്. നമ്മുടെ ഈ ലോകത്ത് ഇന്ന് നാം വില കൽപ്പിക്കുന്നത്, നമ്മുടെ മക്കൾ ഒരിടത്തിൽ പഠിക്കാൻ പോയാൽ, ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ പോയാൽ, അയാൾ നല്ല പ്രാസംഗികനാണെങ്കിൽ, വലിയ പാട്ടുകാരനാണെങ്കിൽ, കലോത്സവത്തിലൊക്കെ എനിക്ക് വലിയ സമ്മാനം കിട്ടിയാൽ വല്ലാത്തൊരു മധുവും വല്ലാത്തൊരു സന്തോഷവുമാണ്. അത് വേണ്ട എന്നല്ല പറയുന്നത്. ഒരു മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ വെറും പാട്ടും പ്രസംഗവും മറ്റുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ. ഇൽമിന്റെ ദീനിന്റെ യഥാർത്ഥ ഇൽമ് അത് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നാം പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ഇൽമ് നമ്മുടെ മക്കളിൽ ഉണ്ടാകണം. അത് തുടങ്ങുന്നൊരു സ്ഥലം കൂടിയാണ് മദ്രസ. അപ്പൊ ഈ മദ്രസയാകുമ്പോൾ ഇന്ന് നമ്മിൽ നിന്ന് പലരും അതിലേക്ക് വേണ്ടുന്ന മഹത്വം കൽപ്പിക്കുന്നില്ല. ദീനി വിദ്യാഭ്യാസത്തിലേക്ക് പറയുന്നത് തന്നെ, എന്തെങ്കിലും പഠിക്കുമ്പോൾ 2 വിദ്യാഭ്യാസം ഉണ്ട് ഉസ്താദേ, ഓൻ അങ്ങനെയാവും, ഓൻ ഇങ്ങനെയാവും, ഓൻ മറ്റേതാവും, പിന്നെ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ആ ഓഫീസിലുണ്ട്, ആ കമ്പനിയിലുണ്ട് എന്ന മറുപടിയല്ലാതെ എൻ്റെ മകൻ പൂർണ്ണമായ ദീൻ പഠിച്ച ഒരു നല്ല മനുഷ്യനായിട്ടുണ്ട്. 5 വക്ത് നിസ്കാരം ഖളാ ആക്കാതെ ദീനിന്റെ എല്ലാ നിയമങ്ങളും ആത്മീയമായി പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കുന്ന മകനാണ് എൻ്റെ മകൻ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഗുണമുണ്ട് എന്ന് പറയുന്നവർ വളരെ വിരളം. മഹാനായ ഷാഫി ഇമാം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആ പറയുന്ന ഇൽമുകളൊക്കെ ഉഖ്റവിയായ അല്ലെങ്കിൽ ആഖിറത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്നത്.
ദീനിന് ഗുണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷാഫിഈ പറഞ്ഞത് വലാ യകൂനു ബൈനക വ ബൈനഹു സദാഖത്തു വലാ മഅരിഫ. ആ ദീനിനെ ഇഷ്ടപ്പെടാത്തവന്റെ ഇടയിലും നിന്റെ ഇടയിലും ഒരു ചങ്ങായിത്തരമോ ഒരു പരിചയമോ ഉണ്ടാകാൻ പാടില്ല എന്ന് മഹാനായ ഷാഫിഈ ഇമാം പറഞ്ഞതാണ്. നമ്മുടെ പഴയ ആലിമീങ്ങളെ പോലെ ഇന്നത്തെ കാലത്ത് ഭൗതികമായ ചില വിദ്യാഭ്യാസങ്ങൾ വേണം. അത് കിട്ടിയപ്പോൾ ആത്മീയമായ ധാർമ്മികമായ യഥാർത്ഥ പരിശുദ്ധ ദീനിന്റെ ഇൽമുകൾ മാറ്റി നിർത്തിക്കൊണ്ട് വേറെന്തോ ഒന്നായിപ്പോയി എന്ന ചിന്ത വരുന്ന ചുറ്റുപാട് നമ്മൾ നിന്ന് പലർക്കും ഇന്ന് വന്നു പോയിട്ടുണ്ട്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മഹലിൽപ്പെട്ട എൻ്റെ എല്ലാവരും, എൻ്റെ സ്റ്റേജിലിരിക്കുന്ന സദസ്സിലൊക്കെ വളരെ കുറവാണ് ആള്. നമ്മളെ വയല് പറയാമെന്ന ഉസ്താദ് ഉണ്ടല്ലോ, അസ്ലം ഉസ്താദ്, ഒരുപാട് വയല് പറയുന്ന ആളും കൂടിയാണ്. വലിയ വലിയ സദസ്സിലൊക്കെ വയല് പറയുന്ന ആളാണ്. അത്ര ദൂരത്തിന് അയാൾ വന്നിട്ട് അയാൾക്ക് നല്ല റാഹത്താക്കണം എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അതുപോലെ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കേട്ട് നിങ്ങൾ കുറച്ച് മദ്ഹാക്കിയാൽ പോരാ, എൻ്റെ വയല് കൊണ്ട് ഗുണം ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെന്ന് മൂപ്പരുടെ ചില പ്രസംഗങ്ങൾ കേട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പരിചയമില്ലെങ്കിലും എന്ന് പിന്നെ വയല് കേൾക്കാൻ സദസ്സിനെ പോകണമെന്നില്ലല്ലോ. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ദീനിന് ദഅവത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ രൂപം അത് നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇന്നത്തെ ആൾക്കാർ വിചാരിച്ചത് ദീനി എന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് ദുന്യവ്യായ കാര്യത്തിന് മാത്രം ഗുണം ചെയ്യുന്ന ഒന്ന് എന്ന് വിചാരിച്ച പലരും നമ്മുടെ ചുറ്റുപാടുണ്ട്. അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ആഖിറമാണ്. അതാണ് പഴയ മഹാന്മാരായ ആലിമീങ്ങളും സമസ്തയുടെ നേതാക്കന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് മഹാന്മാർ പഠിപ്പിച്ചതുപോലെ നല്ല രീതിയിൽ പരിശുദ്ധ ദീനിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുകയും ഈ കാണുന്ന ഇത്ര സൗന്ദര്യമുള്ള മദ്രസ പോലെ നമ്മുടെ മക്കളുടെ ജീവിതവും അവർ ആത്മീയമായും ദീനീപരമായും നല്ലൊരു സൗന്ദര്യത്തിലാകണമെന്ന് എല്ലാവരും ചിന്തിക്കുകയും ഉദ്ദേശിക്കുകയും അതിനു വേണ്ടി നമ്മുടെ മക്കളെ ഒരുക്കുകയും അല്ലാഹു തആല, ഇനി പ്രസംഗിച്ചാൽ ഒരുപാട് നീണ്ടുപോകും, അല്ലാഹു തആല ഇതിനു വേണ്ടി സഹായിച്ചവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ തിരുവാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊള്ളുന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.